അല്ലാത്തതുകൊണ്ടാണ്. ഫാദർ ആന്റണി അറക്കൽ KCBC പ്രതിനിധി കൂടി, KCBC എഡ്യൂക്കേഷണൽ സമിതി പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഫാദർ ആന്റണി അറക്കൽ, താങ്കൾക്ക് തന്നെ കേൾക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ശ്രീ ഷാഫി ചാനി, ഞാൻ ആന്റണി അറക്കലിനോടാണ് ചോദിച്ചത്. ശ്രീ ആന്റണി അറക്കൽ കേൾക്കാമോ? ഓക്കെ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങളെ ചർച്ച വളരെ രസകരമായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ചോദ്യമാണ് ആദ്യമുള്ളത്. നമ്മളുടെ കുട്ടികളെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാനായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതൊന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാമോ? നമ്മുടെ വിദ്യാലയങ്ങളിൽ അതിനും കൂടിയൊക്കെയുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും ഒക്കെ കൂടിയുള്ള ട്രെയിനിങ് ആണല്ലോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണല്ലോ നമ്മൾ നൽകുന്നത്. അതിനെ ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത മതം അവരെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ബഹുമാനിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ബഹുമാനം വരില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാൻ പഠിച്ചത്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 5 വരെ ഒരു കത്തോലിക്ക സ്ഥാപനത്തിലാണ് പഠിച്ചത്. 6 മുതൽ 10 വരെ ഞാൻ ഭഗവതി വിലാസം സ്കൂളിലാണ് പഠിച്ചത്. ഇവിടെ ഒത്തിരി പ്രാർത്ഥനകൾ പല രൂപത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്നെ അത് അഫക്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ? വേറൊരു പ്രാർത്ഥനയുണ്ടെന്നും ആ പ്രാർത്ഥനയെ ബഹുമാനിക്കുന്ന എന്റെ കൂട്ടുകാരനുണ്ടെന്നും അവിടെ ആ സ്കൂളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതിലെനിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? അതില് ഫാദർ ആന്റണി അറക്കൽ, ഇപ്പോ അങ്ങനെ അല്ലാത്ത വ്യക്തികളും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഒട്ടും പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ അത് തന്റെ വിശ്വാസങ്ങളെ ഹനിക്കുമെന്ന് തോന്നുന്ന വിദ്യാർത്ഥികളും ഒരുപക്ഷെ അവിടെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം ആകണ്ട, സർവ്വമത പ്രാർത്ഥന ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ലേബൽ അല്ലാതെ നമ്മുടെ വിദ്യാലയങ്ങൾ മാറട്ടെ എന്ന് പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? മതം പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് വേറെയും അവസരങ്ങളുണ്ടല്ലോ. ഞാനൊന്ന് പറയുന്നത് കേൾക്കുമോ? കേൾക്കാം. ഓക്കെ, സർവമത പ്രാർത്ഥന മതി എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ സ്കൂളുകളിൽ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് താനും. അതേസമയം തന്നെ വേറൊരാളുടെ പ്രാർത്ഥന ഞാൻ കാണുമ്പോഴോ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൂടെ നിൽക്കുമ്പോഴോ ഞാൻ ഇതിനാ അസഹിഷ്ണുതയാകുന്നത്? നമ്മുടെ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പല രീതിയിൽ പ്രാർത്ഥിക്കാത്തവരുണ്ട്. അവരൊക്കെ അവരുടെ രീതിയിൽ പോയിക്കോട്ടെ. പക്ഷെ അവരെ ബഹുമാനിക്കാനായിട്ട് ഞാൻ പഠിക്കുന്നത് എവിടെയാ? ആ ഒരു ചടങ്ങ് ഞാൻ ചെല്ലുമ്പോൾ അവരെ വേദനിപ്പിക്കാതെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റുമ്പോഴാണ് ഞാൻ അവരെ ബഹുമാനിക്കുന്നത്. അതല്ല ഞാൻ അവിടെ പ്രതിഷേധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസഹിഷ്ണുത ഞാൻ വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളുകളിൽ സർവമതം പ്രാർത്ഥന മതി, വളരെ നല്ല കാര്യം. ഇപ്പൊ കേരളത്തില് എനിക്കറിയാവുന്ന രീതിയിൽ ഒരു സ്കൂളിലും മറ്റൊരു മതവിഭാഗത്തിലെ ആളോട് ഇന്ന പ്രാർത്ഥന ചൊല്ലിക്കൊള്ളണം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി അവിടെ ഇല്ല. എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മറിച്ചുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. പിന്നെ അങ്ങനെ വിദ്യാലയങ്ങളിലും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, നമ്മുടെ സർക്കാർ സ്കൂളുകൾ താങ്കൾ പറഞ്ഞതുപോലെയാണ്. പക്ഷേ എയ്ഡഡ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും ഒന്നും സാഹചര്യം അതല്ല. ആ സാഹചര്യത്തെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പറയുന്നത്. മന്ത്രി അങ്ങനെയല്ല പറയേണ്ടത്. മന്ത്രി ചെയ്യേണ്ടത്, അങ്ങനെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എന്താണെന്ന് അന്വേഷിച്ചതിന്റെ റിപ്പോർട്ടാണ് എടുക്കേണ്ടത്. ആ റിപ്പോർട്ട് എടുത്തിട്ട് അതിന് നേരായ വഴിയുടെ അവർ നടത്തുക. അല്ലാതെ ഇത് കോമൺ പ്രശ്നമാണെന്ന് വലിച്ചിഴക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സഹിഷ്ണുതയെ തകർക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ശരി, അങ്ങനെ ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.